SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ ദിവസം തന്നെയാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു +2 വിദ്യാർത്ഥിയുടെ മരണവാർത്തയും പുറത്തുവന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ദർശനീയം വീട്ടിൽ 17-കാരനായ ദർശൻ എന്ന പഠിക്കാൻ ഏറെ മിടുക്കനായ വിദ്യാർത്ഥിയാണ് ഇന്ന് ജീവനൊടുക്കിയത്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം മിടുമിടുക്കനായിരുന്നു ദർശൻ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഈ 17-കാരൻ ജീവനൊടുക്കാൻ ഇടയാക്കിയ കാരണമെന്ന് പറയുന്നത് ഏറെ ആശങ്കയുളവാക്കുന്ന ഒന്നുതന്നെയാണ്. എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ദർശൻ എഴുതിയ ഒരു കുറിപ്പും ഇപ്പോൾ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിയും രതീഷ് രാജലക്ഷ്മി ദമ്പതികളുടെ ഏക മകനുമായിരുന്നു ദർശൻ. കഴിഞ്ഞ SSLC പരീക്ഷയിലും +1 പരീക്ഷയിലുമെല്ലാം മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥി കൂടിയാണ് ദർശൻ. കൂടാതെ ഇപ്പോൾ നടക്കുന്ന +2 പരീക്ഷയ്ക്കുള്ള റിവിഷൻ അടക്കം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. രാത്രി ഏറെ വൈകിയും പഠിക്കുന്ന സ്വഭാവമുള്ള ദർശൻ കഴിഞ്ഞ ദിവസം രാത്രിയും പഠിക്കുകയാകുമെന്നാണ് മാതാപിതാക്കൾ കരുതിയത്. എന്നാൽ ഇന്ന് രാവിലെ 6 മണിയായിട്ടും എണീക്കാതെ വന്നതോടെ അമ്മ വന്ന് നോക്കിയപ്പോഴാണ് ഏറെ വേദനിപ്പിക്കുന്ന ആ കാഴ്ച കാണുന്നത്. മൃതദേഹത്തിന് തൊട്ടടുത്തായി തന്നെ ആത്മഹത്യാ കുറിപ്പും ഉണ്ടായിരുന്നു. ഈ കുറിപ്പ് നമ്മളെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ്. ഇന്ന് നടക്കാനിരുന്ന പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളാണ് കുറിപ്പിലുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അച്ഛനും അമ്മയും വേദനിക്കരുത്. എല്ലാം പഠിച്ചു, റിവിഷനും കഴിഞ്ഞു, പക്ഷേ ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് കുറിപ്പിൽ ദർശൻ എഴുതിയിട്ടുള്ളത്. അച്ഛനും അമ്മയും ഒന്നിനും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ബുദ്ധിമുട്ടിച്ചുവെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു. ഞാനൊരു കഠിന ഹൃദയനല്ലാത്തതിനാൽ യാത്രയാകുന്നു എന്നും കുറിപ്പിലുണ്ട്. കൂടാതെ എന്റെ കൂട്ടുകാർ സിനിമയിൽ കാണുന്നത് പോലെ വലിയ ആളുകളാകണമെന്നും ആത്മഹത്യാ കുറിപ്പിൽ ദർശൻ എഴുതിയിട്ടുണ്ട്. എത്ര പഠിച്ചിട്ടും ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന ആശങ്കയാണ് വിദ്യാർത്ഥിയെ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് കരുതുന്നത്. എന്തായാലും വിദ്യാർത്ഥിയുടെ ഈ മരണം ഏറെ ഞെട്ടിക്കുന്ന ഒന്നു തന്നെയാണ്. മാതാപിതാക്കളും അധ്യാപകരുമെല്ലാം ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു ദർശൻ. കുട്ടിക്ക് ഇത്തരത്തിലുള്ള ആശങ്ക ഉള്ളതായി ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് മാതാപിതാക്കളും അധ്യാപകരും എല്ലാം പറയുന്നത്. കാരണം ആളുകളോട് അത്രയ്ക്കും നന്നായി ഇടപഴകുകയും നന്നായി പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ദർശൻ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ദർശന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.